കണ്ണേട്ട, ഞാൻ നീലിയല്ല. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളാൽ അവൾ പറഞ്ഞു. ആഹാ, നീ എന്നെ പറ്റിക്കാൻ നോക്കേണ്ട നീലിപ്പെണ്ണെ. അല്ലെങ്കിലും എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത് നിനക്കൊരു രസമല്ലേ? ഇനി അത് വേണ്ട. ഏട്ട പ്ലീസ്, ഞാൻ ഋതുവാണ്, നീലിയല്ല. നോ, നീ എൻ്റെ നീലി മാത്രമാണ്, എൻ്റെ മാത്രം നീലി. അവനത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഋതു ബാക്കിലേക്ക് നീങ്ങി. ആരെ നിമിഷമാതെ അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ അവൻ്റെ സ്നേഹമെന്നും നീലിയോട് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അവളിൽ വല്ലാത്ത വേദന നിറച്ചു. അവന് ഋതുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. എന്നാൽ അവൻ്റെ കണ്ണിൽ അവൾ നീലിയായിരുന്നു. നീലി, ഐ വാണ്ട് യു. ആര്യൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. നീലി, എനിക്ക് നിന്നെ വേണം. എല്ലാ അർത്ഥത്തിലും നീ എൻ്റേത് മാത്രമാകണം. അവൻ അവളുടെ അധരങ്ങളിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേ നോക്കിയ നീലി, നീ പോയി ഈ ഡ്രസ്സ് ഇട്ടിട്ട് വാ. അവനത് പറഞ്ഞ് അവൻ്റെ കയ്യിലിരുന്നൊരു കവർ അവൾക്ക് കൊടുത്തു. അവൾ അത് മേടിക്കാതിരുന്നു. പിടിക്കടി. അവൻ്റെ അലറൽ കേട്ടതും ഋതു അത് മേടിച്ചു. ഗുഡ്, പോയി ഇട്ടിട്ട് വാ. അവൻ പറഞ്ഞതും അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. എൻ്റെ ദേവി, ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക? കണ്ണേട്ടൻ്റെ മനസ്സിൽ നീലി മാത്രമേ ഉള്ളൂല്ലോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? കുടിച്ചു ബോധമില്ലാതെ വന്ന് നിൽക്കുന്ന അങ്ങേരോട് ഞാൻ എന്ത് പറയാനാ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നീലി. അവൻ്റെ അലറൽ കേട്ടതും അവൾ കയ്യിലിരുന്ന കവർ തുറന്നു നോക്കി. അയ്യോ, ഇതെന്തുവാ? ഇത് മീൻ വലയോ? എനിക്കെങ്ങും വേണ്ട ഇത്. അവൻ കൊടുത്ത കവറിൽ ഒരു സാരി ആയിരുന്നു. ബ്ലാക്ക് കളർ നെറ്റ് സാരി. അവൾ അത് ഉടുക്കാതെ മടിച്ചു നിന്നു. അത് ധരിച്ചാൽ അവളുടെ ശരീരമെല്ലാം കാണാമായിരുന്നു. നീലി. ഈ പ്രാവശ്യത്തെ അവൻ്റെ വിളിയിൽ അവളാകെ ഞെട്ടിപ്പോയിരുന്നു. പിന്നീട് അവൾ അതെടുത്ത് അവൻ്റെ അടുത്തേക്ക് പോയി. അവളെ കണ്ടതും അവൻ ഇമിച്ചുമാതെ അവളെ നോക്കി നിന്നു. നീലി, നിന്നെ ഇപ്പോൾ കാണാൻ ഒരു അടാറ് ലുക്കായിട്ടുണ്ട് പെണ്ണെ. അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. കെട്ടിയിരുന്ന അവളുടെ മുടി അവൻ അഴിച്ചിട്ടു. അവളുടെ പിൻകഴുത്ത് അവൻ മുഖം കൊണ്ട് ഒരുസി. അവളുടെ പുറംകഴുത്തിൽ അവൻ പല്ലുകൾ ആഴ്ത്തി. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ അവളെ ബെഡിലേക്കിട്ടു. അവളുടെ സാരിത്തുമ്പ് അവൻ മാറിടത്തിൽ നിന്ന് മാറ്റി. അവളുടെ മാറിടത്തിൽ അവൻ മെല്ലെ പല്ലുകൾ ആഴ്ത്തി. അവൻ്റെ പ്രവൃത്തി അവളിലെ സ്ത്രീയെ ഉണർത്തിയിരുന്നു. അവൻ്റെ നാവ് അവളുടെ ശരീരമാകെ ഒഴുകി നടന്നു. അവൻ്റെ പല്ലുകൾ അവൻ പതിയെ അവളുടെ വയറിൽ അമർത്തി. അവളൊന്ന് ഉയർന്നു പൊങ്ങി. പിന്നീട് അവളുടെ ശരീരം ആകെ അവൻ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിലേക്കെത്തി. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അവളുടെ വിറയ്ക്കുന്ന ആദരം അവനിൽ കൂടുതൽ വികാരങ്ങളെ ഉണർത്തി. ഉടനടി തന്നെ അവളുടെ ചുണ്ടിനെ അവൻ ബന്ധിച്ചു. രണ്ടുപേരും പരസ്പരം നുണഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ മുടികൾ അവൾ കോർത്തു വലിച്ചു. ഇതിൻ്റെ ഇടയിൽ രണ്ടുപേരുടെയും ഡ്രസ്സുകൾ അഴിഞ്ഞു മാറിയിരുന്നു. അവൻ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ച് അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ നോക്കി. ചിരിക്കുമ്പോഴുള്ള അവളുടെ നുണക്കുഴികളിൽ അവൻ പല്ലുകൾ ആഴ്ത്തിയ ശേഷം ചുംബിച്ചു. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ആ രാത്രി അങ്ങനെ കടന്നുപോയി. ദേവേട്ടാ. എന്താ വേദു? ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ പെണ്ണേ. നമ്മുടെ പാറു ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, അവളെ ഞങ്ങൾ പിന്നീട് കണ്ടിട്ടില്ല. അവൾ മരിച്ചു എന്ന വാർത്ത ഭദ്രയിലൂടെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അവളുടെ ശരീരം പോലും ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. നമ്മുടെ ഋതുവിനെ അങ്ങോട്ട് വിടണ്ടായിരുന്നു അല്ലേ ദേവേട്ടാ? ആ, അത് കൊള്ളാം. പിന്നെ കല്യാണം കഴിഞ്ഞ അവളെ അവൻ്റെ കൂടെയല്ലേ വിടേണ്ടത്? അതൊക്കെ ശരിയാ. പക്ഷേ ഋതു ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു മിസ്സിങ്. അതൊന്നും സീനില്ല. നാളെ ഋതുകുമാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അവരുടെ രണ്ടിൻ്റെയും കല്യാണം കഴിഞ്ഞേ പോകൂ. സത്യമാണോ ഏട്ടാ? അതെ പെണ്ണെ, സത്യം. സന്തോഷായി ഗോപിയേട്ടാ, സന്തോഷായി. ഈ പെണ്ണ്. അവൻ അവളുടെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. വേദു ആമയുടെ റൂമിലേക്കും. ഇതേ സമയം ശർമ്മ മാൻഷൻ. ആര്യൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ തലക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തലയ്ക്ക് കൈത്താങ്ങിയിരുന്നു. അപ്പോഴാണ് ബെഡിന്റെ താഴെ ഒരു സൈഡിൽ ബെഡ്ഷീറ്റ് എല്ലാം പുതച്ചുകൊണ്ടിരിക്കുന്ന ഋതുവിനെ കണ്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഋതു. അവൻ വിളിച്ചതും രൂക്ഷമായൊരു നോട്ടമായിരുന്നു മറുപടി. എന്താടോ, എന്താ പറ്റിയേ? നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ ആര്യൻ? അവൾ ചോദിച്ചതും അവൻ്റെ മനസ്സിലൂടെ ഇന്നലത്തെ സംഭവങ്ങൾ ഒരു മിന്നായം പോലെ കടന്നുപോയി. അവനോട് തന്നെ പുച്ഛം തോന്നി. സോറി ഋതു, ഞാൻ ഇന്നലെ. അവളോട് എന്തു പറയണമെന്നറിയാതെ അവൻ നിന്നുപോയി. വേണ്ട മിസ്റ്റർ ആര്യൻ ശർമ്മ, എന്നോട് എന്തു പറയണമെന്നാലോചിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ ആകണ്ട. ഇന്നലെ നിങ്ങൾ എന്നോട് ചെയ്തത് നിങ്ങൾക്ക് മാത്രം കുറ്റം പറയാൻ എനിക്കാകില്ല. കാരണം ഞാനും ഇന്നലെ. ബാക്കി പറയാനാകാതെ അവളുടെ സ്വരമിടറി. ഇന്നലെ നിങ്ങൾ എന്നെ സ്വന്തമാക്കിയതിൽ എനിക്ക് പരാതിയൊന്നുമില്ല.
കാരണം എൻ്റെ പാതിയാണ് നീ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നീലി ഉണ്ടെന്നും അവളെ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് എന്നിൽ ഇല്ലാതായിപ്പോയി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി ഞാൻ ഉണ്ടാവില്ല. എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട് ഇന്ന് തന്നെ. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഋതു ഉണ്ടാവില്ല. അത്രയും പറഞ്ഞ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ച് അവൾ വാഷ്റൂമിലേക്ക് പോയി. അവളുടെ വാക്കുകൾ കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആര്യൻ. അവൻ അവിടെ തന്നെ ഇരുന്നു പോയി. അന്ന് വൈകിട്ടോടെ ആര്യനും ഋതുവും തറവാട്ടിലെത്തി. ഋതുവിനെ കണ്ടതും ആമിയും വേദുവും അവളുടെ അടുത്തേക്ക് ഓടി. ഋതുസേ. വേദുവും ആമിയും അവളെ ഇറുക്കെ പുണർന്നു. അവൾ തിരിച്ചു. ആര്യനോട് സംസാരിക്കുവാണ് ഋഷിയും അഭിയും രുദ്രും. എന്താണോ ആര്യ, ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. ഏയ് ഒന്നുമില്ല രുദ്രേട്ടാ, ഞാൻ ഓക്കെയാണ്. എങ്കിലൊക്കെ താൻ വാ. അവരെല്ലാം അകത്തേക്ക് കയറി. സന്ധ്യയ്ക്ക് ഋതു റൂമിലേക്ക് വന്നപ്പോഴാണ് പുറത്തെ ബാൽക്കണിയിൽ ദൂരേക്ക് ഇമ ചിമ്മാതെ നോക്കി നിൽക്കുവാണ് ആര്യൻ. അവനെ കണ്ടിട്ടും അവൾ മൈൻഡാക്കാതെ ബെഡിലേക്കിരുന്ന് ഫോൺ എടുത്ത് ഓരോന്ന് നോക്കിയിരുന്നു. ആര്യൻ തിരഞ്ഞപ്പോഴാണ് ബെഡിലിരുന്ന് ഋതുവിനെ ഞാൻ കാണുന്നത്. ഒന്ന് സംസാരിച്ചു നോക്കിയാലോ, അതോ രാവിലത്തെ പോലെ ഉറഞ്ഞു തുള്ളുവോ? അല്ലെങ്കിലും അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും സംസാരിച്ചു നോക്കാം. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഋതു. എന്താ? അത് പിന്നെ ഐ ആം റിയലി സോറി. ഇന്നലെ അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. അവളൊന്നും പറയാതെ എഴുന്നേറ്റ് അവനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പോയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഐ ലവ് യു. അത്രയും പറഞ്ഞ് അവളുടെ ചുണ്ടിലൊന്ന് ചുണ്ടമർത്തിക്കൊണ്ട് അവിടെ നിന്നു പോയി. ഋതു ആകെ കിളി പറന്ന് അവിടെ നിന്നു. അവൾ ഉടനെ തന്നെ അവൻ്റെ പുറകെ വെച്ചു പിടിച്ചു. ഡോ ആര്യ, അവിടെ നിന്നേ. അവളുടെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നിന്നു. എന്താടി, എന്ത് ധൈര്യത്തിലാടോ താൻ എന്നെ കയറി ഉമ്മിച്ചത്? എൻ്റെ പെണ്ണാണെന്നുള്ള ധൈര്യത്തിൽ. എന്ത് താൻ ഒരേ സമയം രണ്ടുപേരെ പ്രേമിക്കാൻ പോകുവാണോ? മനസ്സുകൊണ്ട് നീലിയെയും തൻ്റെ കാമം തീർക്കാൻ ഞാനും, അങ്ങനെയാണോടോ? പറഞ്ഞു തീർന്നതും അവൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. പുന്നാര മോളെ, നീ എന്തുവാടിപ്പോൾ പറഞ്ഞത്? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശരിക്കും അങ്ങനെ ആയതുകൊണ്ടാണല്ലാതെ നിന്റെ സ്നേഹം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാകില്ല. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. കേട്ടോടി പുല്ലേ. അവൻ അത്രയും പറഞ്ഞ് അവളെ മറികടന്നു പോയി. അങ്ങനെ വഴിക്ക് വായൻ്റെ കണ്ണേട്ടാ. നിങ്ങളെനിക്ക് അറിഞ്ഞൂടെ? ഒന്ന് കിട്ടിയാലെന്താ? നിങ്ങളുടെ മനസ്സ് ഞാൻ അറിഞ്ഞില്ലേ? അവൾ അത് ആലോചിച്ച് റൂമിലേക്ക് നടന്നു, ഒരു പുഞ്ചിരിയോടെ. ആ ദിവസം ചിരിയും കളിയുമായി കടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ ഓടിമറഞ്ഞു. ഒരു ദിവസം രാത്രി വേദ് റൂമിലേക്ക് വന്നതും രുദ്ര ആരോടോ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അവൾ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തേക്ക് പോയി. അവൻ പറയുന്ന കാര്യം കേട്ട് അവളാകെ തറഞ്ഞു നിന്നു. എന്താ ശ്രേയ നീ പറയുന്നത്? വേദുവിനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ എനിക്കാകുമോ? അവൾ പേരിനാണെങ്കിലും എൻ്റെ ഭാര്യയല്ലേ. പിന്നെ നിന്നെ ഞാൻ കെട്ടാമെന്ന് പറഞ്ഞത് സത്യമാണ്. അത് ഉടനെ തന്നെ. അവൻ്റെ സംസാരം കേൾക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് തന്നെ വേദു പുറത്തേക്കോടി. ഹലോ രുദ്ര, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ശ്രേയ, താൻ പറയൂ. നീ എന്നെ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല രുദ്ര. വേദു, അവളെ നിനക്ക് മറക്കാൻ പറ്റുമോ? എന്താ പറ്റാതിരിക്കാൻ? എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ അവൾക്ക് കഴിയില്ല. അങ്ങനെയുള്ള അവളെ ഞാൻ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്? അതെ രുദ്ര, നീ പറഞ്ഞതാണ് സത്യം. അവൾ നിനക്ക് ചേരില്ല. അല്ലെങ്കിലും എനിക്കിനി അവളെ വേണ്ട. എനിക്കിനി നീയില്ലേ? രുദ്ര പറഞ്ഞതും ശ്രേയയുടെ മുഖത്തൊരു വിജയച്ചിരി ഉണ്ടായി. ഓക്കെ എങ്കിൽ ശരി ശ്രേയ, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ. അവൻ ഫോൺ വെച്ച് ലാപ്പ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ദേവി, ഞാൻ ഈ കേട്ടതെല്ലാം ശരിയാണോ? ദേവേട്ടൻ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം വെറുതെയാണോ? ശ്രേയ, അവളെ ഏട്ടന് ഇഷ്ടമായിരിക്കുമോ? എങ്കിൽ പിന്നെ എന്നെന്തിനു വിവാഹം കഴിച്ചു? അവൾ ഓരോന്നോർത്ത് പൊട്ടിക്കരഞ്ഞു. ദേവേട്ടന് ശ്രേയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണം. എന്നേക്കുമായി ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. അവൾ ഓരോന്ന് ആലോചിച്ച് റൂമിലേക്ക് പോയി. അവൾ റൂമിലേക്ക് ചെന്നതും രുദ്ര ഉറങ്ങിയിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കി ബെഡിൻ്റെ ഒരു സൈഡിലേക്ക് കിടന്നു. എന്താടോ ഹേമേ, ഒരാലോചന? റൂമിലേക്ക് കയറി വന്ന പ്രതാപ് ഹേമയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. അയാളൊന്ന് മൂളിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു. എന്നാൽ ഹേമയുടെ മനസ്സിൽ രുദ്രും പാർവും ആയിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ ബദ്രിയെ അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവളിന്ന് ഞങ്ങളുടെ കൂടെ കണ്ടേനെ. പക്ഷേ അന്ന് അവർ ഓരോന്ന് ആലോചിച്ച് കണ്ണുനീർ പൊഴിച്ചു. എന്നാൽ അവരുടെ മനസ്സിൽ അപ്പോഴും രുദ്ര തന്നോട് മിണ്ടാത്തതിൻ്റെ പരിഭവം നിറഞ്ഞു നിന്നു. രാത്രി ഏറെ വൈകി മനയിലുള്ളവരെല്ലാവരും ഉറക്കത്തിലേക്ക് വീണു.
വേദു പതിയെ എഴുന്നേറ്റ് ഷെൽഫിൽ നിന്നും ബാഗ് എടുത്ത് അവളുടെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു. അവളുടെ ദേഹത്ത് അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി താലി മാത്രം അണിഞ്ഞു. ശേഷം രുദ്രന്റെ അടുത്തേക്ക് വന്നു. ഏട്ടാ, ഞാൻ പോകുവാണ്. എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ ഉണ്ടാവില്ല. ഇനി ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് വരില്ല. ശ്രേയ അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അത്രയും പറഞ്ഞ് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ വാശിയോടെ തുടച്ച് ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരിക്കൽ പോലും അവൾ ആ തറവാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. മനയുടെ ഗേറ്റ് കടന്ന് അവൾ പോയി. ചുറ്റും ഇരുട്ട് പടർന്നിരുന്നു. വണ്ടികൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. വേദു മുന്നോട്ട് തന്നെ നടന്നു. അപ്പോഴും അവൾ അവളുടെ താലിയിൽ മുറുക്കെ പിടിച്ചു. പകുതി എത്തിയതും ആരോ അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി. വേദു നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. കുറച്ചു ദൂരം എത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരെയും കാണാൻ അവൾക്ക് സാധിച്ചില്ല. പെട്ടെന്നൊരു കാർ അവിടേക്ക് വന്നു നിന്നു. അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും അവൾ തറഞ്ഞു നിന്നു. യദുനാഥ് അഗ്നിഹോത്രി. അവൾ മെല്ലെ മൊഴിഞ്ഞു. പേടികൊണ്ട് വേദുവാകെ വിറച്ചു. അവൾ തിരിഞ്ഞോടാൻ നോക്കി. എന്നാൽ അപ്പോഴേക്കും അവളുടെ ചുറ്റിനും അവൻ്റെ ആൾക്കാർ വന്നു നിന്നിരുന്നു. കൂടെ അവളുടെ ശത്രുവായ ശരണും. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നു. യദു നടന്ന് അവളുടെ അടുത്തേക്ക് നീങ്ങി. മുഖവും വായും പൊത്തിപ്പിടിച്ച് കാറിലേക്ക് കയറ്റി. അവളെ കൊണ്ടവൻ അവിടെ നിന്നും ചീറിപ്പാഞ്ഞു പോയി. പിറ്റേന്ന് രാവിലെ രുദ്ര എഴുന്നേറ്റതും അവൻ ആദ്യം തിരഞ്ഞത് വേദുവിനെയാണ്. ഈ പെണ്ണ് ഇത്ര രാവിലെ എഴുന്നേറ്റ് എവിടെ പോയി? അവൻ അത് ആലോചിച്ച് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി. ഗുഡ് മോർണിംഗ് രുദ്രേട്ടാ. മോർണിംഗ് ആമി. വേദു എന്തേ രാവിലെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ? വേദു ഇവിടെ ഇല്ലേ? ഇല്ല. എന്താ ഏട്ടാ? അവൾ റൂമിലില്ല. പിന്നെ അവൾ എവിടെ പോയി? നമ്മളോട് പറയാതെ അവൾ എങ്ങും പോകാറില്ലല്ലോ. ഡാ രുദ്ര, എന്താ പറ്റിയേ? അത് ഋഷി, വേദുവിനെ കാണുന്നില്ലെന്ന്. അവളെ കാണാനില്ലെന്നോ? വേദു ഏതെങ്കിലും അമ്പലത്തിൽ പോയതായിരിക്കും. ആ ശരി ഏട്ടാ, അവൾ അമ്പലത്തിൽ പോയതായിരിക്കും. ഇന്ന് വേദുവിൻ്റെ ബർത്ത്ഡേ ആണ്. ആണോ? എങ്കിൽ വേദു അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കെല്ലാം സെറ്റാക്കി വെക്കാം. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. രുദ്ര പറഞ്ഞതും എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. ഓഹോ, ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റയ്ക്ക് ആഘോഷിക്കാനായിരിക്കും അല്ലേ പ്ലാന്? അങ്ങനെ ഒന്നും ഇല്ലടാ. നീ പോയി പെട്ടെന്ന് റെഡിയാവ്. ഇന്നലെ അഗ്നിഹോത്രി ആയിട്ടുള്ള മീറ്റിംഗില്ലേ, ചെല്ല് പോ. രുദ്ര അത് പറഞ്ഞ് റൂമിലേക്ക് പോയി. ഇവനിത് എന്തു പറ്റി? ആർക്കറിയാം ഋഷി. നീ വാ, പോയി റെഡിയാകാം. അല്ലെങ്കിൽ പിന്നെ അത് മതി. ശരി. അവർ മൂന്നും റെഡിയായി ഓഫീസിലേക്ക് പോയി. വർമ്മ ഓഫീസിൽ മീറ്റിംഗിൽ ഇരിക്കുകയാണ് രുദ്രു, അഭിയും ഋഷിയും. കുറച്ചു നേരം കഴിഞ്ഞതും കുറച്ചു പേര് അവിടേക്ക് കയറി വന്നു. അതിൽ യദുവും ഉണ്ടായിരുന്നു. യദു ഒരു പുച്ഛച്ചിരിയോടെ ഓഫീസിലേക്ക് കയറി വന്നു. അവനെ കണ്ടതും അവർ മൂന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയിരുന്നു. അവരുടെ മുന്നിൽ ഇത്ര പെട്ടെന്ന് യദു എത്തുമെന്ന് അവർ ആലോചിച്ചില്ല. അവൻ അവിടെ അടുത്തുള്ള ചെയറിലേക്കിരുന്നു. ഉടനെ തന്നെ മീറ്റിംഗ് തുടങ്ങി. അഗ്നിഹോത്രിക്ക് തന്നെ ആ പ്രൊജക്റ്റ് കിട്ടി. തിരിച്ചിറങ്ങാൻ നേരം യദു അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു. എന്താ മിസ്റ്റർ രുദ്രദേവ് വർമ്മ, ആകെ ഒരു വിഷമം പോലെ. ഈ പ്രൊജക്റ്റ് കിട്ടാഞ്ഞിട്ടാണോ? ഡാ, നീ നിന്റെ ജോലി നോക്കി പോടാ പുല്ലേ. ഇങ്ങനെ കലിപ്പാക്കാതെ ഋഷി, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അല്ല, നിന്റെ പെണ്ണെവിടെ രുദ്ര? വേദു തറവാട്ടിലുണ്ട്. തറവാട്ടിലോ? ഉവ്വ്. നിങ്ങളൊന്ന് അവളെ വിളിച്ചു നോക്ക്. അവൻ പറഞ്ഞു തീർന്നതും ഋഷിയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ ആമി, എന്താ പറഞ്ഞു? അത് പിന്നെ ഋഷിയേട്ടാ, വേദു ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല. എന്താ, അവൾ ഇതുവരെ എത്തിയില്ലെന്നോ? അതെ. ആമി ഫോണിൽ കൂടെ കരഞ്ഞു. നീ കരയണ്ട, ഫോൺ വെക്ക്. ഓക്കെ. അവൾ ഫോൺ വെച്ചു. ഡാ പുന്നാര മോനെ, ഞങ്ങളുടെ വേദു എവിടെയാടാ? നീ ഒന്ന് അടങ്ങടാ, അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് പറഞ്ഞ് ഏത് ഫോണിൽ നിന്നൊരു വീഡിയോ എടുത്ത് കാണിച്ചു. അതിൽ ബോധമില്ലാതെ അവശയായി കിടക്കുന്ന വേദു ആയിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ആകെ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരിക്കുവാണ് രുദ്ര. ഡാ പന്ന മോനെ, എൻ്റെ പെണ്ണിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, വെച്ചേക്കില്ല നിന്നെ ഞാൻ. എന്നോട് ദേഷ്യപ്പെടാതെ അടങ്ങി നിൽക്കടാ അവിടെ. നിന്റെ പെണ്ണിപ്പോ എൻ്റെ കൂടെയാണ്, അത് നിനക്ക് ഓർമ്മ വേണം. പിന്നെ നിനക്ക് നിന്റെ പെണ്ണിന് വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തണം. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. രുദ്ര അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണിൽ അഗ്നി ആളിക്കത്തി.